ഹായ് ബബ്ലൂസ്. ഹായ് ഫ്രണ്ട്സ്. അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ പോകുന്നത് നമ്മളിപ്പോ അറമ്പോൾ ബീച്ചിൽ നിൽക്കുവാണ്. ബീച്ചിലല്ല, ബീച്ചിന്റെ കുറച്ചങ്ങോട്ട് മാറിയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ നേരെ അറമ്പോൾ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ഒരു അടിപൊളി കില്ലാടി ബീച്ചാണ്. ഒരു അടിപൊളി പെടാറ് ബീച്ചാണ് അല്ലേ ബബ്ലൂസ്? അതിന് വേറൊരു പേര് പറയുന്നത് എന്ത് ബീച്ച് എന്നാ പറയുന്നത്? റഷ്യൻ ബീച്ച്. റഷ്യൻ ബീച്ച് എന്ന് പറയുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്നത് അവിടെയാണ്. അപ്പം നമുക്ക് അവിടുത്തെ വൈകിട്ടത്തെ നൈറ്റ് ലൈഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ ഉച്ചക്കത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി ആ കാഴ്ചകളൊക്കെ കാണാം. അടിപൊളിയാണ്. പിന്നെ നമ്മള് ഇത്രയും ദിവസം താമസിച്ചാൽ 3 ദിവസം വന്നിട്ട് ഇവിടെ അറമ്പോൾ ബീച്ചിൽ തന്നെ ആയിരുന്നു. അപ്പൊ ഇവിടുത്തെ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് ഇനി നമ്മള് നമ്മള് നേരെ മണിക്കൂറെങ്കിലും ഉണ്ട് യാത്ര. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ. 1.5 മണിക്കൂറെങ്കിലും ഉണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടി. അവിടെ ഒരുപാട് ബഗാ ബീച്ച്, കാളങ്കോട്ട് ബീച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പം നമുക്ക് ബീച്ചിലേക്കൊക്കെ പോവാം. അവിടെ അതുകൂടാതെ ഒരുപാട് ബീച്ച് ഉണ്ട്, പിന്നെ നൈറ്റ് ലൈഫ് ഉണ്ട്. അടിപൊളിയാണ് എന്തായാലും. അറമ്പോൾ ബീച്ചിലെ കാഴ്ച ഇനി കാണാം. അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാണ്. കാരണം കേരളത്തിലെ ഒരു വണ്ടി കൊണ്ടുവന്ന് ഈ ഗോവയിലെ റോഡിൽ കൂടി ഇങ്ങനെ ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് എത്ര വർണ്ണിച്ചാലും മതിയാത്തില്ല. നമ്മൾ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും സാധിക്കും. കാരണം 880 കിലോമീറ്റർ ആണ് ഈ 13 വർഷം പഴക്കമുള്ള ഈ FC യമഹായിട്ട് ഞങ്ങൾ ഓടിയെത്തിയേക്കുന്നത്. കുറച്ച് ഇഞ്ചൻ വർക്കൊക്കെ ചെയ്ത് കണ്ടീഷൻ ആക്കിയിട്ടാണ് വന്നത്. എന്തു തന്നെയാണെങ്കിലും ഇവൻ ഞങ്ങളുടെ മുത്താണ്. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പൊന്നു പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പൊ ഈ വണ്ടിയിലും നമുക്ക് റോഡ് മാർഗം നമ്മൾ മനസ്സുകൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗോവ എന്നല്ല ഏതൊരു രാജ്യത്ത് എത്തിപ്പെടാന്നുള്ളതിനുള്ള ഉദാഹരണമാണ്. ചില ആൾക്കാരൊക്കെ വന്ന് നമ്മളെ അതിശയത്തോടു കൂടി നോക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. ഹായ് ഫ്രണ്ട്സ്. അന്നേരം ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ കുടുകുടി വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ബബ്ലൂസ് അകത്തോട്ട് പോയിട്ടുണ്ട്. ബബ്ലൂസിന് ഇവിടുത്തെ ഭൂരി ഭയങ്കര ഇഷ്ടമാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്നാ കഴിച്ചത് ഭൂരി. ചായ റെഡിയായെന്ന് തോന്നല്ലേ ബബ്ലൂസ്? ബബ്ലൂസ് ചായ ബബ്ലൂസിന്റെ ഭൂരി ഇപ്പൊ വരും കേട്ടോ. ഗോവൻ സ്പെഷ്യലാണ് കേട്ടോ ഇത്. ഇത് ഗോവൻ ബണ്ണാണ് കേട്ടോ. ഭൂരി പോലെ ഇരിക്കും. ഇനിയിപ്പം ഭൂരി വരട്ടെ കേട്ടോ. ഭൂരി കഴിക്കാം. അങ്ങനെ ഇവിടുത്തെ പൂരി ചെറുതാണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഇന്നലെ വന്ന് കഴിച്ചപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് വീണ്ടും ഇവിടെ വന്ന. ഈ കറിയെ പറ്റി പറയുവാണെങ്കിൽ കണ്ടാൽ ഓട്ട വെള്ളവും, പക്ഷെ ഇളക്കി കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയും സൂപ്പർ ടേസ്റ്റ് ഉള്ള ഗ്രേവിയാണ് കേട്ടോ. ആദ്യം ഞാനിത് കണ്ടപ്പോഴത്തേക്ക് എനിക്കറിയാന്ന് തോന്നുന്നു. പക്ഷെ അതൊന്ന് ഇളക്കി കഴിച്ചപ്പോ ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആണ്. അങ്ങനത്തെ ആ പൂരി എടുത്തിട്ട് ആ കിഴങ്ങറിയിലോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കുവാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആണ്. ബബ്ലൂസേ, ഇതാണ് നേരെ അറമ്പോൾ ബീച്ചിലേക്ക് പോയി കേറുന്ന സ്ഥലമുണ്ട് കേട്ടോ. അങ്ങോട്ട് നേരിട്ടുള്ള റോഡാണ്. അങ്ങനെ ഞങ്ങള് അറമ്പോൾ ബീച്ചിലേക്ക് നേരെ വരുവാണ്. ഈ റോഡ് നേരെ പോയി ചെന്ന് നിൽക്കുന്നത് അറമ്പോൾ ബീച്ചിന്റെ എൻട്രൻസിലാണ് കേട്ടോ. രസമാണ്. വീടൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഗോവൻസിന്റെ വീടൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ബബ്ലൂസേ? ഇതൊക്കെ നമ്മുടെ വീടിന്റെ പോലൊക്കെ ഉണ്ടെങ്കിലും ചിലതൊന്നും അതുപോലൊന്നുമല്ല. വേറൊരു രീതിയാണ് അല്ലേ? വേൽക്കൂരൊക്കെ വേറെ രീതി. മതന്മാരൊക്കെ വരുന്നുണ്ടോ? സായിപ്പും മതം രാവിലെ നടക്കാൻ പോയി. കുറച്ച് ചിലര് ദൂരെ ആയിരിക്കും റൂമൊക്കെ എടുത്തേക്കുന്ന. പ്രത്യേകിച്ച് അങ്ങോട്ട് അകന്നു മാറി എടുത്തു കഴിഞ്ഞാൽ റേറ്റ് കുറവായിരിക്കും. ഇപ്പൊ ഭയങ്കര സീസൺ ടൈമായിട്ട് നല്ല റേറ്റാണ്. വേണ്ട പോവാൻ പറ്റുന്ന നിൽപ്പ് വേണ്ട. ചായക്ക് വണ്ടി അങ്ങനെ കടയൊക്കെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും റോഡില്. കൂടാതെ നല്ല
ബിസിനസ് നടക്കുന്ന ഒരു ഏരിയ ആണ്. പണ്ടൊക്കെ അത്ര ഒരു ഇതല്ലായിരുന്നു. ഇവിടെ സാധാ പോലെ കിടന്നൊരു സ്ഥലമായിരുന്നു. ഇതൊരു ഗ്രാമമല്ലായിരുന്നു. ഗ്രാമം. അല്ലേ? ആ ഗ്രാമം ടൂറിസ്റ്റുകളെല്ലാം കൂടെ വന്ന് ഇത്രയും വികസനമായി. ഇപ്പം ഇവിടെയൊക്കെ ഒരു സെന്റ് സ്ഥലത്തിന് ലക്ഷക്കണക്കിന്, ലക്ഷത്തിന് കിട്ടുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. സ്ക്വയർ ഫീറ്റിനാ. അങ്ങനെ സ്ട്രീറ്റ് ഫുഡൊക്കെ ഉണ്ട്. ഇതാണ് ശരിക്കും ഒരു കോർണറാ. അറമ്പോൾ ബീച്ചിലേക്ക് പോകുന്ന ഒരു കോർണർ. ഇതിലെ പോയാലും പോവാം, ഇതിലെ പോലും പോവാം. നമുക്ക് ഇതിലെ പോവാം അല്ലേ? ഇവിടെ ബൈക്കൊക്കെ റെന്റിന് കിട്ടും കേട്ടോ. 500 രൂപ, 600 രൂപ, 700 രൂപ അങ്ങനെയൊക്കെയാണ്. പുതിയ റെസ്റ്റോറന്റ് പണിതോണ്ടിരിക്കുവോ? ന്യൂ ഇയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് കേട്ടോ. നല്ല ന്യൂ ഇയറിനൊക്കെ ഭയങ്കര തിരക്കാട്ടാ. ഇവിടെയൊക്കെ ഒന്ന് റൂം എടുക്കാനെങ്ങനെ വന്ന റൂം കിട്ടത്തേ ഇല്ല. റൂം കിട്ടത്തില്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നപ്പോ ഈ പ്രാവശ്യം മനസ്സിലായത് തന്നെ ഫോറിനേഴ്സ് കുറവാണ്, ഗസ്റ്റ് കുറവാണ്. കാരണം എല്ലാവരും ശ്രീലങ്കയിലേക്ക് പോകുന്നതെന്നാ പറയുന്നത്. അവിടെ ഇതിനെക്കാട്ടിയും ചീപ്പ് റേറ്റ് ആണ്. അപ്പം ഇത്ര ഇത്ര രൂപ കണക്കുണ്ടല്ലോ, അതുമായിട്ടാണ് ഓരോ ഗസ്റ്റും വരുന്നത്. അപ്പൊ അവർക്ക് ഇതിനെക്കാട്ടി ചീപ്പ് റേറ്റ് ആയിട്ട് വേറെ സ്ഥലത്ത് സ്റ്റേ ചെയ്യാൻ പറ്റുമ്പോൾ കാണാനും നല്ല കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങോട്ടും അപ്പൊ ആള് കുറവാണ്. അപ്പൊ എല്ലാരും ഇവിടെ വന്നപ്പോ പരാതി പറഞ്ഞത് ഇതാണ്, ഈ ഒരു സംഭവം. ഗസ്റ്റ് ഇല്ല. ശരിയാ, നമ്മൾ ശരിക്കും ഞെട്ടിപ്പോ. ശ്രീലങ്കയില് നല്ല ടൂറിസത്തിന് നല്ല വളർച്ചയുണ്ട്. ശ്രീലങ്കയില് ഇവിടെ ആണേലും അതുമല്ല, അവിടെ പൈസ കുറച്ച് പൈസ ആണ്. അത് തന്നെയല്ലേ നമ്മള് ഈ 2000-ന് എടുക്കുന്ന സ്ഥലത്ത് അവിടെ 250 രൂപ. ഇവിടെ സീസൺ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡിനും അതുപോലെ തന്നെ ഡബിൾ ചാർജ്. അതുപോലെ തന്നെ റൂമൊക്കെ എടുക്കുവാണെങ്കിൽ കിട്ടാനും ഇല്ല. അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹട്ടും കോട്ടേജും ഒക്കെ. ഈ ബീച്ച് എന്ന് വെച്ചാൽ അറമ്പോൾ ബീച്ച് എന്ന് വെച്ചാൽ ഇതിന്റെ ബീച്ചിന്റെ സൈഡിൽ തന്നെയാണ്. നമുക്ക് നേരെ റൂമിൽ നിന്ന് ഇറങ്ങി കാല് വെക്കുന്ന ബീച്ചാണ്. അപ്പൊ അങ്ങനെയുള്ള ബീച്ചുകൾ അപൂർവമായിട്ടേ ഉള്ളൂ. ഓൺ ദ ബീച്ച്. അങ്ങനെ എന്ത് തന്നെയാണേലും ഇങ്ങനെ ഓൺ ദ ബീച്ചിലൊക്കെ താമസിക്കാനേ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. സാധാരണ നമ്മളൊരു ബീച്ചിൽ പോയി താമസിക്കുന്ന പോലൊന്നും അല്ല. നമുക്ക് ബീച്ച് കണ്ട് ആസ്വദിച്ചിട്ട് നമ്മുടെ റൂമിന്റെ വർക്ക് ഇരിക്കുക, കാറ്റ കൊണ്ടിരിക്കുക, ബീച്ച്. അതുകൂടാതെ ബീച്ചിലോട്ട് പെട്ടെന്ന് ഇറങ്ങാം, ബീച്ച് കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഫ്രണ്ട് മൊത്തം റെസ്റ്റോറന്റുകളാണ്. അടിപൊളിയാണ്. ഭയങ്കര പാർട്ടിയൊക്കെയാണ് സാധാരണ ബീച്ച് സൈഡിൽ തന്നെ. ഫോറിനേഴ്സിന്റെ തന്നെ ബിസിനസ് ഒക്കെ ഉണ്ട്. ഒരു ഒന്നൊന്നര പാർട്ടിയാണ് കേട്ടോ. ഈ പ്രാവശ്യം അതൊന്നും ഇല്ല. ശരിക്കും നമ്മൾ ഞെട്ടിപ്പോ. കാരണം അപ്പോഴാണ് പറയുന്നത് ഇതാണ് കാര്യം, ശ്രീലങ്കയിലേക്ക് എല്ലാവരും ഇതുപോലെ കണ്ടായിരുന്നു. അത് വലിയ കാര്യമായിട്ടില്ല. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത്. എന്താ ഈ റോഡിൽ കൂടെ നേരെ പോണം. അങ്ങനെ നമ്മുടെ വണ്ടി, നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ രജിസ്ട്രേഷൻ വണ്ടി FC യമഹ നമ്മുടെ ഗോവയില് അറമ്പോൾ ബീച്ചിൽ കൂടെ ഇങ്ങനെ പറന്നോണ്ടിരിക്കുവാണ് കേട്ടാ. ഈ ബൈക്ക് റൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു അതിസാഹസികതയല്ലേ. അപ്പൊ അതിന് താല്പര്യമുള്ള മാത്രമേ ഇനി മുന്നോട്ട് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല രസമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കേരളത്തിലെ വണ്ടി ഇതിലെ കൂടെ നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും നമ്മളിങ്ങനെ നോക്കും അതിശയത്തോടുകൂടി. അപ്പൊ അതൊക്കെ നല്ലൊരു പ്രത്യേക സന്തോഷം. അങ്ങനെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അറപ്പോൾ ബീച്ചിന്റെ കവാടത്തിലേക്ക് ഇങ്ങനെ എത്തും കേട്ടോ. ടൈം കഴിക്കാൻ കഴിഞ്ഞ് പിന്നെ രാവിലെ ഇവിടെ ഒരു ഓണായ വരാൻ തന്നെ ഒരു ഉച്ചയൊക്കെ ആവും അല്ലേ? ഉച്ചയൊക്കെ ആവും എന്തായാലും ഓണായ. ഒരു വണ്ടി വളക്കുവാണ്. ന്യൂ ഇയർ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ ബൈക്കൊന്നും വരുത്തൊന്നുമില്ല. നമുക്ക് വണ്ടി പോലെ ഇങ്ങനെ വരണ്ടേ പറ്റില്ല. ബൈക്കൊക്കെ അവിടെ കൊണ്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ നമ്മളിപ്പോ ഭയങ്കര ഇച്ചിരി റോഡ് ഇങ്ങോട്ടുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള റോഡാണ്. നമ്മൾ ബീച്ചിന്റെ എൻട്രൻസിലേക്ക് എത്തിയേക്കുവാണ്.
നേരെ ബീച്ചിലോട്ട് തന്നെ പോവാ കേട്ടാ. ആള് ഗസ്റ്റ് ഒന്നും വന്നിട്ടില്ല, കുറച്ചും കൂടെ കഴിയും. അങ്ങനെ നമ്മള് നേരെ ഇതാ ആറമ്പോൾ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ബബ്ലൂസ് ഇറങ്ങിക്കോ. ബബ്ലൂസ് ഇറങ്ങുന്ന ഒരു കടമ്പയാണ്. ബബ്ലൂസിനെ ഇതിൽ നിന്ന് ഇറക്കുന്ന ഒരു കടമ്പയാണ് കേട്ടോ. എന്താ എന്താ ബബ്ലൂസ്? അങ്ങനെതാ നമ്മുടെ വണ്ടി ഇതാ ആറമ്പോൾ ബീച്ചിൽ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അറമ്പോൾ ബീച്ചിലെത്തിയേക്കുവാണ്. റേറ്റ് വരുത്താൻ ബബ്ലൂസ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോ അറമ്പോൾ ബീച്ച് നിൽക്കുവാണ് കേട്ടോ. അപ്പം നമുക്ക് മെയിൻ എൻട്രൻസ് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. റൈറ്റിലോട്ടും പോവാം, ലെഫ്റ്റിലോട്ടും പോവാം. അപ്പം റൈറ്റിലോട്ട് പിന്നെ അറമ്പോൾ ബീച്ചിന്റെ ഭാഗമായിട്ട് കുറച്ച് ഭാഗമേ ഉള്ളൂ. അങ്ങോട്ട് പോകുന്നത് മറ്റേ എന്തുവായിരുന്ന ഒരു സ്ട്രീറ്റ് വാട്ടർ ലൈനിലേക്ക് പോകുന്ന വഴിയാണ് റൈറ്റ്. ഈ കാണുന്നത് നിങ്ങള് നമുക്ക് ഈ അറമ്പോൾ ബീച്ചിന്റെ ഭാഗമായിട്ട് വരുന്നത് കുറച്ച് ഭാഗമുള്ളൂ. അത് നമ്മൾ തിരിച്ചു വന്നിട്ട് കാണിക്കുന്നതായിരിക്കും. കുറച്ച് ഭാഗമുള്ളതുണ്ട്. ഇനി നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ ബൈക്കോടെ ഇരിക്കട്ടെ. ഇത് ഇവിടുന്ന് അങ്ങ് വിശാലമായിട്ട് കിടക്കുവാണ് അറമ്പോൾ ബീച്ച്. ഫുള്ള് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാൻഡ്രം ബീച്ചാണ്. അതിന്റെ അപ്പുറത്ത് മാൻഡ്രം. ഇത് നമ്മളെ നാട്ടില് ഓരോ ജംഗ്ഷൻ ഇല്ലേ, ആലപ്പുഴ തന്നെ, അതുപോലെയാണ് ഇവിടെ ഓരോ ജംഗ്ഷനിലും ഓരോ ബീച്ചാണ്. അപ്പം ഒരു ബീച്ചിന്റെ പകുതി അടുത്ത ബീച്ച്. അപ്പം ഒരു പ്രത്യേകതയാണ്. അതെ, പൊഴി കണ്ട ദേ, ഇതാണ്. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെള്ളം വരും. നമുക്ക് അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. ഇങ്ങോട്ടാണ് അറമ്പോൾ ബീച്ചിന്റെ എല്ലാ ഭാഗവും കിടക്കുന്നത്. അപ്പൊ നേരെ അങ്ങോട്ട് പോവാം. ഇപ്പം സമയം 9:30 കഴിയുള്ളൂ. അതാണ് ഇത്രയും. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ആൾക്കാരിങ്ങനെ കൊടക്കയിലും ഒക്കെ കിടന്ന് നീന്തുന്നൊക്കെ കാണാം. എന്നാലും ഉണ്ട്, നോക്കി. റെസ്റ്റോറന്റ് ഏറ്റവും നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ഓൺ ദ ബീച്ചിൽ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ. വൈകുന്നേരം ആകുമ്പോ ഈ ഇതെല്ലാം കൂടെ ഈ കൊടക്കീഴും അതും ഇതൊക്കെ കൂടെ ആ ബീച്ചിന്റെ നേരെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കും. അപ്പം നല്ല രസമാണത്. അപ്പം ഇതെല്ലാം ഈ അറമ്പോൾ ബീച്ചിന്റെ പ്രത്യേകതയാ. എന്താ, കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. റെസ്റ്റോറന്റ് ഒക്കെ കണ്ടോ. How much? 120. नहीं. कितना देगा? ഇതൊരു ചെറിയൊരു പൊഴിയാണ് കേട്ടോ. ഇവിടെ ഈ അടുത്താണ് ഇങ്ങനെ ഇത് ഇങ്ങനെ വെച്ചത്. മറ്റേത് നമുക്ക് പൊഴിയാണ് കേട്ടാ. എന്ന് കാണിച്ച പൊഴി കണ്ട, കടലിന്റെ സൈഡിലെ പൊഴി. വെള്ളമൊക്കെ ഒഴുകി നേരെ കടലിലേക്ക് ഇറങ്ങും. ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തു. ഇങ്ങോട്ടാ പോകുന്നത് കണ്ട. ക്യാമറ നേരെ വരും. ചുരിയെ വീടില്ല, ശ്രദ്ധിച്ചു. ക്രിക്കറ്റ് കളിക്കുന്ന കുറെ പിള്ളേരെ. പന്തടിച്ച് നമ്മുടെ മേത്തിടല്ലേ. അതിലേ പോണം. അതിലേ അങ്ങോട്ട് പോയാ പോരാ. അങ്ങനെ നമുക്ക് അങ്ങോട്ട് പോയാലോ. എളുപ്പം നല്ല വെയിലാണ്. കരിഞ്ഞ് ഒരു പരുവാവും. ലൈഫ് ഗാർഡ് ഇരിക്കുന്ന വൈകി എന്താ. നമുക്കിവിടെ സുരക്ഷിതത്വമുള്ള ഒരു സ്ഥലമാണ്. നിമിഷ നേരം കൊണ്ടാണ് പാഞ്ഞു വരുന്നത്. വേറൊരു മനോഹരമായ കാഴ്ചയാണ് അല്ലേ. കുറച്ചു നേരം കൂടെ കഴിയുമ്പോഴത്തേക്കാണ് രസം കേട്ടാ. ഗസ്റ്റ് ഒക്കെ രാത്രിയില് പാർട്ടിയൊക്കെ കഴിഞ്ഞ് കിടന്ന് ഉറങ്ങുക. ഇപ്പം അവര് എഴുന്നേറ്റൊക്കെ വരുന്നേ ഉള്ളായിരിക്കും കേട്ടാ. അല്ലെങ്കിൽ ഇവിടെ മൊത്തം ഗസ്റ്റിനെ കൊണ്ട് നിറയും. കടലൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. നമ്മുടെ ഇതാണ് നമ്മുടെ മാതാമാരും സായപ്പന്മാരും ഒക്കെ കുളിക്കുന്ന ബബ്ലൂസ് ഇതേപോലെ ചാടി ഇറങ്ങി നീന്തി നടക്കുന്നത്. പണ്ട് നീന്തൽ അറിയായിരുന്നു. ഇപ്പൊ അതൊക്കെ ഒന്ന് മറന്നുപോയി. നമ്മളത് എന്ത് സാധനമാണേലും അത് നമ്മൾ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് കുറെ നാൾ കഴിയുമ്പോ അത് ഓർമ്മ പോലും കാണത്തില്ല. എന്താ ജസ്റ്റ് ഒക്കെ വെയില് കൊണ്ട് കുത്തിയിരിക്കുന്നുണ്ട്. നമ്മുടെ നമുക്ക് വെയിലത്ത് ഇറങ്ങുമ്പോ എന്തിതാ, നമുക്ക് വെയിലത്ത് കരിക്കുറ്റി പോലെ ആവും. ഇവർക്കാണെങ്കിൽ ഈ വെയില് കൊള്ളണം, വൈറ്റമിൻ ഡി കിട്ടാൻ. അപ്പൊ അതിനു വേണ്ടി തന്നെ വരുന്നവരുണ്ട്. ബീച്ച് വന്ന് ഇങ്ങനെ കിടക്കും, ഓയിലും തട്ടി. ഇവിടെ മസാജൊക്കെ ചെയ്ത് തരും എല്ലാ കുടയുടെ കീഴിലും. ഇത് കണ്ട അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ.
ഇതുണ്ടോ ആ പുഴയുടെ കീഴിലൊക്കെ നിറയെ ആൾക്കാർ വരുവേ. അപ്പൊ നമുക്ക് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോഡി മസാജൊക്കെ അവിടെ കിടന്നുകൊണ്ടൊക്കെ ചെയ്തു തരും. വേണ്ട കുറേ എന്താളാൻ നോക്കി. നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻസിനെ പോലും കാണത്തില്ലായിരുന്നു. പണ്ടൊന്നും ഇവിടെ ഇന്ത്യൻസ്, അതായത് മലയാളിയൊന്നും ഒരു കാരണവശാലും ഇവിടെ ഒന്നും കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴുണ്ടല്ലോ മാത്രം ഇപ്പൊ കണ്ടില്ലേ നിറയെ ഇന്ത്യൻസ് കണ്ട. ഇപ്പൊ ഇന്ത്യൻസ് മാത്രമേ ഇവിടെ ഉള്ളു. ഇവിടെ നമുക്കിത് എങ്ങോട്ട് പോകുമ്പോ കാണാൻ പറ്റും. ഇതിലേതാ എന്താ നിറയെ ഇന്ത്യൻസ്. ഞാൻ പറഞ്ഞു ഇതെല്ലാം കർണാടക ടീമാണ്. ഞാൻ പറഞ്ഞു ഇന്ത്യൻസ് ഉണ്ടെന്ന് നിറയെ. ഇപ്പൊ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോ ഭയങ്കര ഇന്ത്യൻസ് ആണ്. ഇപ്പൊ പിന്നെ ഡിസംബർ ഒക്കെ ആകുമ്പോ 10 days ഹോളിഡേ അല്ലേ, അപ്പൊ എല്ലാരും വരും. ഇവിടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. കാണിച്ചു കണ്ട നമ്മൾ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്ത് എടുത്ത് കടലങ്ങ് കേറിയേക്കുവാട്ടാ. ഇന്നലെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പം വരെ ആയിരുന്നു കടല് അല്ലേ? കടല് കുറച്ച് കേറിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് കേറിയേക്കുവായിരുന്നു. ഇപ്പൊ അങ്ങ് ഉള്ളിലോട്ട് ഇങ്ങോട്ട് തിരിച്ചേ വേണ്ട. ഇപ്പൊ അങ്ങ് ഉള്ളിലേക്കാണ്. നേരത്തെ അങ്ങ് വരെ ആയിരുന്നു. സംഭവം സൂപ്പർ ആണല്ലേ. ഫോട്ടോ എടുത്ത് കൊടുക്കാൻ ആളെ നിൽക്കുന്നുണ്ട് ഇവിടെ. ഇതിലേ നടന്നു ചെറിയ രീതിയിലൊക്കെ എല്ലാ അഡ്വഞ്ചറും ഉണ്ടല്ലോ. റെസ്റ്റോറന്റും ഇത് കണ്ട. ഇവിടെയൊക്കെ കുറെ ഗസ്റ്റ് ഒക്കെ ഇങ്ങനെ വരുന്നിട്ടുണ്ട്. ഇതിന്റെ കുറച്ചപ്പുറത്താണ് മാൻഡ്രം ബീച്ച്. അത് ഞാൻ പറയില്ലേ കുറവാണ്. പിന്നെ ഇവിടെ ഇപ്പൊ ന്യൂ ഇയറിനുള്ള ഒരുക്കങ്ങളാണ്. ന്യൂ ഇയറിന്റെ ഒരുക്കം കണ്ടാ കാണാൻ പറ്റുന്നുണ്ടോ? എന്ത് രസമല്ലേ അത് പറയുന്ന. അടിപൊളിയല്ലേ ന്യൂ ഇയറിനാണ്, പൊളിയല്ലേ. കണ്ട എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങക്ക്? അങ്ങോട്ട് തിരിച്ച് അവർക്ക് കാണാൻ പറ്റുന്നത് എന്ത് രസമാന്ന് നോക്കി. ഇവിടുന്ന് അങ്ങേറ്റം വരെ ഇതൊരു ഭയങ്കര വലിയൊരു സ്റ്റേജാ. ആണല്ലേ? ഭയങ്കര പാർട്ടി നടത്താൻ വേണ്ടി ചെയ്യാന്ന് തോന്നുന്നു കേട്ടാ. അതിനുവേണ്ടി കേട്ടല്ലേ DJ പാർട്ടിയെ ഓപ്പൺ ആയിട്ടുള്ള പാർട്ടിയാ. ഇപ്പഴേ അതിന്റെ പണി തുടങ്ങിയാലേ രസമുള്ളു. ഇങ്ങനെയുണ്ട് അറമ്പൽ ബീച്ച്. ഇഷ്ടപ്പെട്ടാ നിങ്ങക്ക്? ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെടാതിരിക്കുന്നത്? നല്ല അടിപൊളി ബീച്ചല്ലേ. ഇതിപ്പോ അവിടെ നിന്ന് കണ്ടാ പോരാ കേട്ടാ. നേരിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് വരണം. വൈകുന്നേരം ആകുമ്പോ നല്ല പടാറ് ക്രൗഡായിരിക്കും അല്ലെ? ഇതൊക്കെയാണ്. പക്ഷെ എനിക്കിപ്പോ അത്രയ്ക്ക് ക്രൗഡ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല കേട്ടാ. പക്ഷെ ഇന്ത്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്. നമ്മള് പിന്നെ വിദേശികളെ മാത്രം നോക്കല്ലേ, ഇന്ത്യൻസ് ഉണ്ട്. പിന്നെ പൊതുവെ പഴയ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് റഷ്യൻസ് ആണുള്ളത്. റഷ്യൻസ് ഇപ്പൊ കുറവാണ് അല്ലെ? റഷ്യൻസ് കുറവാണ്. അവിടെ ഇവിടെ ഒക്കെ ഓരോ ഗസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. കൊറേ പേര് കിടക്കുന്നു. ഇതുപോലെ വന്ന് കിടക്കണ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ വന്നോളൂ. ഗോവ ആറുമ്പോൾ മടിക്കണ്ട കേട്ടാ. അല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതുപോലെ കുറച്ച് എക്സ്പെൻസ് ആണ് അല്ല? പിന്നെ എക്സ്പെൻസ് ഒന്നും അല്ല, എന്തൊക്കെ പറയും കിടക്കാം. അല്ല നാട്ടിലല്ല, ഇവിടെ. ഇവിടെ പൈസയാണ് കേട്ടോ. പൈസയാണ് ടൈമായിട്ട് നമ്മളെ ഇതുപോലെ വന്ന് വിളിക്കും ബെഡിൽ കിടക്കാനും. നമുക്കിപ്പോ ഇതിലെ നടന്നു പോയാല് 100 പേര് വരും. സാറേ വാ, ഇവിടെ ഞങ്ങളെ കിടന്നോളൂ. ഫ്രീ ആണ്, ഫ്രീ ആണ്. ക്യാമറ ഒന്ന് പൊക്കിക്കേ. എന്താ നിറയെ റെസ്റ്റോറന്റുകളാവും ഓൺ ദ ബീച്ചില്. പൊക്കി കാണിച്ചു എന്താ ഇവിടെ ഞാൻ പറയില്ല, ഹട്ട്, കോട്ടേജ്, ഒരുപാട് പിന്നെ റെസ്റ്റോറന്റുകൾ ഓൺ ദ ബീച്ചിൽ തന്നെ ആയി. അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. എന്ത് നല്ല ഒരു ലൈഫാണ് ഇവരുടെയൊക്കെ അല്ലെ? എൻജോയ് ചെയ്തിട്ട് കിടക്കുന്ന വയ്ക്കും. നമ്മുടെ വീട്ടിൽ ജോലിയൊക്കെ ചെയ്തിരിക്കും. ഇവര് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേണ്ട കാണാൻ പറ്റുന്നുണ്ട്. ഓൺ ദ ബീച്ചിലെ ഹട്ടുകളാണ് ആ കാണുന്ന മൊത്തം നിരന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താമസിച്ച ഹട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിവിടെ താമസിച്ചാണ്. ഇപ്പൊ വന്ന റേറ്റ് നോക്കിയപ്പം 4000 രൂപ. ഇനിയിപ്പോ ന്യൂ ഇയർ വല്ല 15,000 ഒക്കെ ആയിരിക്കും, 20,000 അങ്ങനെയൊക്കെ ആയിരിക്കും ന്യൂ ഇയറിനൊക്കെ.
നമ്മളന്ന് ഓണ സമയത്താ വന്നത്, അത് കാരണം കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ആ ഒരു പിന്നെ ചെറിയ തിരക്കുള്ളൊരു സമയമുണ്ട്. എപ്പോഴാണ്? ഏപ്രില് അല്ലേ? ആ സ്കൂൾ അടക്കുന്ന മാസം. ആ സമയത്ത് വന്നാൽ പിന്നെ ഇച്ചിരി അല്ലേ? അതെ, നിറയെ ആൾക്കാർ കണ്ട കുളിക്കുന്ന കണ്ട, നീന്താൻ അറിയുന്നവരുണ്ട്. പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീരെയൊന്നും വരുത്തൊന്നുമില്ല കേട്ടാ, കടലിന് തീരെ കുറവാണ്. മീൻപിടുത്തക്കാരും ഒക്കെ ശാന്തമായിട്ട് കിടക്കണ ഒരു ബീച്ച്. രാവിലെ ഇതിന്റെ ഗതി പറയാം, അതിരാവിലെ ആകുമ്പോ നമ്മള് ഇവിടെ മീൻപിടുത്തം നിറയെ വള്ളങ്ങളായിരിക്കും ഇവിടെ നിരന്ന് വെച്ചേക്കുന്നത്. ബീച്ചിൽ കൂടെ വണ്ടി പോകുന്നത് നിറയെ വള്ളക്കാരായിരിക്കും. ഈ ബെഡൊക്കെ എടുത്തങ്ങ് മാറ്റുമായിരിക്കും. ഇതാണ് കേട്ടോ ബബ്ലൂസേ, അറമ്പോളിന്റെ ലാസ്റ്റ് സ്ഥലമാണ് കേട്ടാ. ഇതാണ് എൻഡ് കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ മാൻഡ്രം ബീച്ചാണ് കേട്ടോ. മസാജ് ചെയ്യുന്നുണ്ട് അറമ്പോളിന്റെ എൻഡ്. ഇതേപോലെ ഇവിടെ എല്ലാ റെസ്റ്റോറന്റിലും മസാജിന്റെ ആൾക്കാർ വരും കേട്ടോ. മസാജ് ചെയ്ത് തരും. 500 രൂപ മണിക്കൂറിനാണ് പൈസ. 50 രൂപ 500 രൂപ അല്ലേ? കാലിനൊക്കെ നല്ലതാണ്. കാലുമൊക്കെ നല്ല തിരിച്ചത് നല്ല അടിപൊളി ഓയിലൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് കേട്ടോ. കാലിനൊക്കെ നല്ലൊരു ആശ്വാസം കിട്ടും. അങ്ങനെ അതെ, നമ്മുടെ അറമ്പോൾ ബീച്ചിലെ ഇരുന്ന് ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാം അല്ലേ? ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് ബെഡിലൊക്കെ കിടന്നു ഇരുന്നും വെയിലത്തിരുന്നു കടലിൽ പോയി കുളിച്ചൊക്കെ നടക്കാം. ഉച്ചയ്ക്ക് വരുമ്പോ വേറൊരു ഫീലും, വേറുള്ള ഒരു കാഴ്ചയും, വൈകുന്നേരത്തെ കാഴ്ച വേറൊരു കാഴ്ചയും, രാവിലത്തെ കാഴ്ച വേറൊരു കാഴ്ചയാണ്. അടിപൊളി റെസ്റ്റോറന്റ്, എന്ത് രസം കാണാൻ അല്ലേ? നല്ല സൂപ്പർ വ്യൂ ആണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കാണാതെ പോയ ആരെങ്കിലൊക്കെ ഉള്ള നിങ്ങൾക്ക് വീട്ടില് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ബെഡിൽ കാണും. പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മുങ്ങിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കിക്കോ മക്കളെ. ആങ്ങളമാരാ, അനിയന്മാരാ, ഭർത്താവ് അല്ല വേറെ ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ ബെഡിന്റെ അകത്തൊക്കെ നോക്കി കൂട്ടത്തിലങ്ങനെ ഉണ്ടാകും കേട്ടാ. കാരണം ഇന്ത്യൻസ് ആണ് കിടക്കുന്നത്. ഇത് ഈ മലയാളികളും പെടും അല്ലാത്തവരും പെടും, അതുകൊണ്ടാണ് കേട്ടാ. അങ്ങനെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടല്ലോ മസാജ് ചെയ്യാൻ വേണ്ടി. അപ്പം ഗുഡ് മോർണിംഗ്. ഇതുപോലുള്ള കുറെ പേര് ചായ വേണ്ട, പാനി വേണ്ട, ബ്രേക്ക്ഫാസ്റ്റ് വേണം, അങ്ങനെ ഇതാണ് ഇവിടെയാണ് പറയേണ്ടതെല്ലാം പറഞ്ഞു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നോക്കിക്കേ, ഇതുപോലൊക്കെ നിങ്ങൾക്ക് കിടക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കണ്ട ഈ പ്രായത്തിലും വന്ന് ഇരിക്കുന്നുണ്ട്. അപ്പാപ്പനും അമ്മാമ്മയും ഇതുപോലെ സ്നേഹത്തോടു കൂടി വേണം എല്ലാവരും ജീവിക്കാം. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാതെ മാത്രമേ മറന്നു പോകരുത്. ഒരു വയലത്ത് എത്ര മണിക്കൂറായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നടക്കുവാന്ന് ഓർത്താ. അപ്പൊ നിങ്ങൾ ഒരു മനസാക്ഷി വെച്ച് നമ്മുടെ വീഡിയോ കുറച്ചെങ്കിലും കാണാൻ ശ്രമിക്കണം. അന്നേരം അറമ്പോൾ ബീച്ചിനോട് നമുക്ക് വിടാം, തൽക്കാലം വിടാം. എല്ലാവർക്കും ഞാൻ തന്നെ പേടിച്ചു പോയി, കുപ്പി പോയത്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവർക്ക് ബൈ ബൈ.